ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ പഴയ സ്വിച്ച് ബോർഡ്, നമ്മുടെ വീട്ടിലെ പഴയ സ്വിച്ച് ബോർഡുകൾ നമുക്ക് തന്നെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീട് പണിതിട്ട് ഓൾമോസ്റ്റ് ഒരു 20 ഇയേഴ്സിൻ്റെ അടുത്തായി. അപ്പോൾ ഇവിടുത്തെ പല സ്വിച്ച് ബോർഡുകൾക്കും അത്രയും തന്നെ പഴക്കം തന്നെയുണ്ട്. പല സ്വിച്ചുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്വിച്ച് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ പോയാൽ നമുക്ക് ആ സെയിം കളറിൻ്റെ സ്വിച്ച് അവൈലബിൾ ആവണമെന്നില്ല. കാരണം വെച്ചാൽ എല്ലാവരും പുതിയ സ്വിച്ച് ബോർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ സ്വിച്ചുകളാണ് നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ അവൈലബിലിറ്റി ഉള്ളത്. പഴയ സ്വിച്ചുകൾ നമ്മൾ അതേപോലെ അന്വേഷിച്ച് നടന്നാലാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഈ കളറിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഈ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആയതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ മറ്റു സ്വിച്ചുകളുടെ കളറും ഈ വൈറ്റ് കളറും കൂടി നോക്കുമ്പോൾ ശരിക്കും ഒരു ഓക്വേർഡ് ഫീൽ നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് കളർ റെഗുലേറ്റർ മേടിക്കാൻ നമ്മൾ ഫോഴ്സ്ഡ് ആയത്. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഫറൻസ് നമ്മുടെ പല സ്വിച്ച് ബോർഡുകൾക്കും നമ്മുടെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സ്വിച്ച് ബോർഡ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചത്. ശരിക്കും അത് നല്ലൊരു ഡിഫറൻസ് നമ്മുടെ വീട്ടിന് തരും. കാരണം പഴയ സ്വിച്ച് ബോർഡുകൾ വെച്ച് നോക്കുമ്പോൾ പുതിയ സ്വിച്ച് ബോർഡ് വെച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ഫ്രഷ് ലുക്ക് നമ്മുടെ വീട്ടിന് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ സൈസ് ഇപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ മില്യൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെയാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം പല ടൈപ്പിനുള്ള സ്വിച്ച് ബോർഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളുടെ സ്വിച്ചസിൻ്റെ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്വിച്ച് ബോർഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ അവർ കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. 1 കൗണ്ട് ആണെങ്കിൽ ഇത്ര, അല്ലെങ്കിൽ 2 കൗണ്ട്, അങ്ങനെ ഒരു അപ് ടു 12 കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ബോർഡ്സ് അവൈലബിൾ ആണ് ഇവരുടെ ബ്രാൻഡിൽ നിന്ന്. അപ്പോൾ ഈ ഒരു കാണുന്ന സ്വിച്ച് ബോർഡാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സ്വിച്ച് ബോർഡിൻ്റെ സ്ക്രൂസ് അൺസ്ക്രൂ ചെയ്യുക. മിക്ക പഴയ സ്വിച്ച് ബോർഡ്സും അവരുടെ വുഡൻ ബോർഡിലായിരിക്കും ബാക്കിൽ ഫിറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ സ്വിച്ച് ബോർഡ് നമുക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതൊരു പുതിയ ഹോള് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും നമുക്ക് ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നല്ല ഒരു വർക്കിംഗ് ടെസ്റ്റർ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും നമ്മളുടെ സേഫ്റ്റിയാണ് നമ്മളുടെ മെയിൻ പ്രയോറിറ്റി. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ശരിക്കും ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു സൈഡിലേക്കുള്ള നമ്മളുടെ പവർ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേറെ എക്സ്ട്രാ പരിപാടികളൊന്നും വീട്ടിൽ ചെയ്യാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, വേറെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും വർക്ക് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ സേഫായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളുടെ മെയിൻ സ്വിച്ച് തന്നെ അവിടെ ഓഫ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മറ്റേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് അതിലിപ്പോൾ ലൈനൊന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അതിൽ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ സ്വിച്ചസിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില സ്വിച്ചസ് മറ്റേ 3-വേ ലൈൻ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് നിങ്ങൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. എന്നിട്ട് അതിനനുസരിച്ചുള്ള സ്വിച്ചസ് നമ്മൾ മേടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പുതിയ സ്വിച്ചസ് എടുക്കുക. എന്നിട്ട് പഴയ സ്വിച്ചായിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മൾ കണക്ഷൻ കൊടുത്ത് പോവുക. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ കൂടുതൽ ലൈൻ വയറുള്ള ഒരു ബോർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും ഏതായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനൊരു ഈസി അപ്രോച്ച് എന്ന് വെച്ചാൽ നമ്മൾ ആ പഴയത് മാറ്റുമ്പോൾ തന്നെ നമ്മൾ പുതിയ സ്വിച്ചസ് നമ്മൾ കണക്ഷൻ കൊടുത്ത് അപ്പോൾ പോവുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ പുതിയ സ്വിച്ചിന് നമ്മൾ ആ ഓർഡർ ഇപ്പോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിനപ്പം നമ്മളൊരു നമ്പറിങ് ഇട്ട് പോവാം. ഓക്കെ, ആ നമ്പറിങ് ഇട്ട് പോകുമ്പോൾ നമുക്ക് അത് ഇനി ബോർഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓർഡറിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നീടുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം.
അപ്പോൾ ഇതാണ് മില്ലിൻ്റെ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴുള്ള സംഭവം. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇന്നർ ബോർഡ് ഉണ്ടാവും, പിന്നെ അതേപോലെ ഔട്ടർ ബോർഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ചസ് എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഇന്നർ ബോർഡിൻ്റെ ഉള്ളിലായിരിക്കും. ഔട്ടർ ബോർഡ് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ചുമ്മാ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എപ്പോഴും ഈ റെഗുലേറ്ററൊക്കെ ശരിക്കും നമ്മൾ ബാക്ക് സൈഡിൽ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല, അതിന് നമ്മൾ ഫ്രണ്ട് സൈഡിൽ കൂടെ തന്നെ ഇൻസെർട്ട് ചെയ്യണം. അത് ആ ഹോളിൽ കൂടെ കടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അഴിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ചൊന്ന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി സ്വിച്ചസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കയറ്റാവുന്നതാണ് നമ്മളുടെ ഈ ഇന്നർ ബോർഡിലേക്ക്. ഓക്കെ ഓക്കെ നമ്മൾ നേരത്തെ നമ്മൾ ആ ഒരു റെഗുലേറ്റർ ബാക്കിൽ കൂടെ ഇൻസെർട്ട് ചെയ്യാൻ നോക്കിയിട്ട് നമുക്കത് പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മളത് അൺപ്ലഗ് ചെയ്തു. നമ്മളിപ്പോൾ അത് ഫ്രണ്ട് സൈഡിൽ കൂടെ ഇൻസെർട്ട് ചെയ്യുവാണ്. അതിനുശേഷം നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഓരോ സ്വിച്ചസും പുതിയ സ്വിച്ചസും നമ്മുടെ ഈ ഇന്നർ ബോർഡിലേക്ക് നമ്മൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഇൻസെർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു 7 സ്വിച്ചസിൻ്റെ ആവശ്യമേ നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡിൽ ആവശ്യമുള്ളൂ. പക്ഷേ അതിന് എന്താ പറയുക, സ്വിച്ച് ബോർഡിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 2 സ്വിച്ചസിൻ്റെ ഏരിയ നമുക്ക് ബ്ലാങ്ക് ആയിരിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു സ്വിച്ചിൻ്റെ ഒരു പ്രൊവിഷൻ ആവശ്യമുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഡമ്മി സ്വിച്ചസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു പ്ലഗ് പോയിൻ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവിടെ ബ്ലാങ്ക് പ്ലേറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ സ്വിച്ചസിന് പകരം അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുള്ളൂ. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളവിടെ ഒരു ഡമ്മി സ്വിച്ചസ് ആഡ് ചെയ്യുവാണ്. അതിൻ്റെ ബാക്ക് എൻഡിൽ ശരിക്കും പറഞ്ഞാൽ അത് ഫംഗ്ഷനിങ് ഒന്നുമല്ല, പക്ഷേ ഒരു നമ്മുടെ സ്വിച്ച് ബോർഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും സ്വിച്ചസ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ പ്ലാൻ. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ സ്വിച്ചസ് എല്ലാം നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മളുടെ പുതിയ ഇന്നർ ബോർഡിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളുടെ പഴയ സ്വിച്ച് ബോർഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു. പുതിയ സ്വിച്ച് ബോർഡിന് അത്രയും വലിപ്പമില്ല. അപ്പോൾ നമ്മൾ ആ പഴയ ബോർഡിൻ്റെ വലിപ്പത്തിൻ്റെ എക്സ്ട്രാ സ്പേസ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഏരിയ നമ്മൾ അടച്ചു. ഓക്കെ, എന്നിട്ട് നമുക്കതിന് മുകളിൽ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൃത്തിയുടെ നമുക്ക് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് സിമെൻറ്റ് മേടിച്ച് നമുക്കത് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മളുടെ മറ്റേ ഇന്നർ ബോർഡ് നമ്മൾ ഫസ്റ്റ് നമ്മളുടെ മറ്റേ വുഡൻ ബോർഡിലേക്ക്, ഓക്കെ, നമ്മുടെ ഉള്ളിലെ വുഡൻ ബോർഡിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് കയറ്റാം. ഓക്കെ, ആൻഡ് ഫൈനലി വേറെ ഒന്നുമില്ല, നമ്മളുടെ മറ്റേ ഔട്ടർ ബോർഡ് ഈ നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മളെ ഇന്നർ ബോർഡിലേക്ക് നമ്മൾ ജസ്റ്റ്
പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ടിക് ടിക് സൗണ്ട് കേൾക്കാം, കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ നമ്മളുടെ ഔട്ടർ ബോർഡ് നമ്മൾ ഇന്നർ ബോർഡിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കയറ്റി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ നമ്മൾ ആ പഴയ സ്വിച്ച് ബോർഡ് മാറ്റിയപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ മൊത്തത്തിൽ മാറി. ഓക്കെ, ഇപ്പോൾ ഇതാണ്